ലോകത്ത് ഒരു ഇന്ത്യക്കാരന് ഏറ്റവും എളുപ്പം എത്തിപ്പെടാൻ പറ്റുന്നതും ജോലി കണ്ടെത്താൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതുമായ ഒരു രാജ്യമാണ് UAE എന്ന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ജോലി കണ്ടെത്തുന്ന 90% ആൾക്കാർ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ടാണ് ജോലി കണ്ടെത്തുന്നത്. അതിൽ സംശയമൊന്നുമില്ല. ബാക്കി ഒരു 10% നാട്ടിൽ നിന്ന് റിക്രൂട്ട്മെന്റ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിട്ടൊക്കെ വരുന്നുള്ളൂ. അതിന്റെ കാരണം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ദുബായിൽ ജോലി അന്വേഷിച്ച് വരുന്ന ഒരാള് വരുന്നതിന് മുന്നേ എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തണം, എന്തൊക്കെ പ്രിപ്പറേഷൻസ് അയാളുടെ സൈഡിൽ നിന്ന് ആവശ്യമാണ്, അതേപോലെ യാത്ര വരുമ്പോ എന്തൊക്കെ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിൽ ഒരുങ്ങേണ്ടത്, അതേപോലെ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ബയോഡാറ്റ മുതൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന വരെയുള്ള ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റേജസിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എളുപ്പം ജോലി കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ. അതായത് UAE ജോലി അന്വേഷിച്ച് വരുന്ന ആളുകൾക്ക് ഒരു കംപ്ലീറ്റ് ഗൈഡ് ലൈൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ലെക്ചറിങ് സ്വഭാവം ഈ വീഡിയോക്ക് കഴിവന്നേക്കാം. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ആളുകൾ മാക്സിമം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കണം. അല്ലാത്തവർക്കൊക്കെ ഇത് ഇപ്പോഴേ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. UAE ജോലി തേടി വിസിറ്റിംഗ് വിസയിൽ വരുന്ന ആളുകൾ എന്തൊക്കെയാണ് മുൻകരുതലായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഒരുങ്ങേണ്ടത് എന്നുള്ളത് ആദ്യം പരിശോധിക്കാം. ആദ്യത്തെ കാര്യം, നമ്മൾ ഒരു വിസിറ്റിംഗ് വിസയിൽ UAE അല്ല ഏതൊരു രാജ്യത്തേക്ക് പോവാണെങ്കിലും അതിന് അതിൻ്റെതായ ഒരു റിസ്ക്കും ഒരു പ്രയാസങ്ങളും കുറച്ച് കാശിന് ചെലവും എല്ലാം ഉണ്ട്, സാമ്പത്തിക ചെലവുകൾ എല്ലാം ഉണ്ട്. അപ്പോ നമ്മൾ മാനസികമായിട്ട് അതിന് പ്രിപ്പയർ ആവുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതായത് നമ്മൾ ആ ദുബായിലേക്ക് എത്തി ഫസ്റ്റത്തെ കുറച്ചൊക്കെ ദിവസം കഴിഞ്ഞ് അതിന്റെ ആ പടവളപ്പും ഇതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിലപ്പോൾ ഒരു നൊസ്റ്റാൾജിയ കയറി വരും, നമുക്ക് ഹോം സിക്നെസ് പിടിപെടുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ ആളുകൾ ഉണ്ട്. ഇത് 99% ആളുകൾക്കും ഹോം സിക്നെസ് ആദ്യത്തെ 6 മാസം കൊണ്ട് തന്നെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതൊക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് നിശ്ചിതാത ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്യാൻ, അതായത് ജോലി അന്വേഷിക്കാൻ വേണ്ടി കുറച്ചൊക്കെ കഷ്ടപ്പെടാനും നമ്മുടെ ആ ഒരു സാമ്പത്തികം അതുവരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാനൊക്കെ കഴിയുന്ന ആളുകൾ മാത്രമേ ഇതിന് ശ്രമിക്കാവുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കുറച്ചാലൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി, നാട്ടുകാരും വീട്ടുകാരെയൊക്കെ മാറി നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഇത് കുറച്ചത്ര ഈസി ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു 6 മാസം ഒരു 1 year ഒക്കെ പിടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് പിന്നെ അവരുടെ ലൈഫ് തീർച്ചയായിട്ടും മറ്റൊരു ലെവലിലേക്ക് മാറുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ദുബായ് മാറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതേപോലെ തന്നെ അടുത്ത കാര്യം, ഇതൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത കാര്യം, നമ്മുടെ സെയിം ക്വാളിഫിക്കേഷൻ ഉള്ള ആള്, അല്ലെങ്കിൽ സെയിം എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള ആളും സെയിം എക്സ്പീരിയൻസ് ഉള്ള ഒരാളും നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിനേക്കാൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ സാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതായത് ഒരു എക്സ്ട്രാ സ്കില്ല്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, അധികം സർട്ടിഫിക്കറ്റ്, ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് വീഡിയോ എഡിറ്റിങ്, അതേപോലെ ലാംഗ്വേജ്, പല ലാംഗ്വേജ്, മൾട്ടി ലാംഗ്വേജസ് അറിയുന്നത്, ഇത് അങ്ങനെ നമ്മുടെ ജോബിൻ്റെതല്ലാതെ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ AI ടൂൾസ് നന്നായിട്ട് നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസിലൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി, അല്ലെങ്കിൽ വളരെയധികം സ്കോപ്പ് ഇന്നത്തെ കാലത്തുണ്ട്. അതൊക്കെ പഠിക്കാൻ വേണ്ടി നമുക്ക് ധാരാളം വെബ്സൈറ്റുകൾ നമ്മൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. കേവലം 500 രൂപ മുതലൊക്കെ ഉടുമി പോലുള്ള പല വെബ്സൈറ്റുകളും നമുക്ക് ഇത്തരം കോഴ്സുകൾ, എക്സൽ ഇംപ്രൂവ് ചെയ്യാനുള്ള, വേർഡ് ഇംപ്രൂവ് ചെയ്യാനുള്ള, അതുപോലെ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാനുള്ള ഒക്കെ കോഴ്സസ് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ സമയം പോലെ ഇരുന്നിട്ട് ഓരോ വീഡിയോയും കണ്ടിട്ട് നമുക്കത് പഠിച്ചെടുക്കാനാവും. നമുക്ക് നോർമലി അത് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ ഫോണിലും ലാപ്ടോപ്പും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സ്കില്ലൊക്കെ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു 3 മാസമെങ്കിലൊക്കെ നിൽക്കാൻ കണ്ടുള്ള ഒരു സാമ്പത്തികം ആദ്യമായിട്ട് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് വിസിറ്റിംഗ് വിസയിൽ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ടെൻഷൻ തുടങ്ങും. ഇത്ര ദിവസം കൂടിയല്ലേ ഉള്ളൂ വിസ, ഇത്ര ദിവസം കൂടി പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യണ്ടേ, അതിന് പൈസ ചെലവാക്കണ്ടേ, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ടെൻസ്ഡ് ആവും, നമ്മുടെ ഫോക്കസ് മാറിപ്പോകും. അതേപോലെ തന്നെ നമ്മൾ കിട്ടുന്നൊരു ജോബിന് പെട്ടെന്ന് കയറിപ്പെടാനുള്ളൊരു ടെൻഡൻസി നമ്മൾ മനസ്സിലുണ്ടാവും. എങ്ങനെയല്ലേ എവിടെയും കയറിപ്പെടുക എന്നുള്ള ഒരു ടെൻഡൻസി നമ്മൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വളരെ ഒരുങ്ങിയ ചെലവ് ശരിക്കും നമുക്ക് ദുബായിലേക്ക് വരാനും ഇവിടെ നിൽക്കാനൊക്കെ മറ്റ് യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നുള്ളൂ. നമുക്ക് നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ദുബായ് എക്സ്പെൻസീവ് ആയിട്ട് തോന്നാം. പക്ഷെ സ്വാഭാവികമായിട്ടും അവിടെ മറ്റുള്ള കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ ദുബായ് വളരെ എക്കണോമിക്കലാണ്. നമുക്ക് ചെറിയ വരുമാനക്കാരന് പിടിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ദുബായിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു 3 മാസത്തേക്കൊക്കെ ജീവിക്കാനുള്ള വിസിറ്റിംഗ് വിസ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ജോലി നോക്കാനുള്ള ഒക്കെ സാമ്പത്തികം കൂടി കയ്യിൽ കരുതുക. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഔട്ട്ഫിറ്റിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. നമ്മൾ ഫോർമൽ ഡ്രസ്സുകൾ യൂസ് ചെയ്ത് തുടങ്ങുക, അതേപോലെ നമ്മുടെ ഹെയർ കട്ട്, ഷേവിങ്, ഇതിലൊക്കെ കുറച്ചും കൂടി ശ്രദ്ധിച്ചു തുടങ്ങും. കാരണം നമ്മൾ ഒരു MNC കമ്പനികളിലേക്ക് അല്ലെങ്കിൽ പുറത്തൊരു സ്ഥാപനത്തിലേക്കൊക്കെ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ എത്രത്തോളം നമ്മുടെ ഔട്ട്ഫിറ്റിൽ കംഫർട്ടബിൾ ആണ് എന്നുള്ളതൊക്കെ അവർ ശരിക്കും പരിശോധിക്കുന്നത്. അല്ലെങ്കിൽ കോർപ്പറേറ്റ് ജോബൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അവർക്ക് നമ്മളെ ഒരു ആളെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് സ്വയം പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഔട്ട്ഫിറ്റും കാര്യങ്ങളെല്ലാം. അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസുകളൊക്കെ അനാവശ്യമായിട്ടുള്ള പോസ്റ്റുകൾ മറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്നുമില്ലെങ്കിൽ ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം തീർച്ചയായിട്ടും നമ്മളെ എംപ്ലോയർ ചിലപ്പോൾ നമ്മുടെ ഹിസ്റ്ററി പരിശോധിക്കുന്നതിന് നമ്മൾ മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ സെർച്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ഓർക്കുക. ഇനി പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ്. പോകുമ്പോൾ തീർച്ചയായിട്ടും മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് ഷോമണി ആയിട്ട് കാണിക്കാനുള്ള 1 lakh rupees, അതേപോലെ നമുക്കൊരു 3 മാസമെങ്കിലൊക്കെ നിൽക്കാനുള്ള അത്യാവശ്യം ചെലവിനുള്ള കാശ്, ഇതൊക്കെ കയ്യിൽ കരുതുക എന്നുള്ളതാണ്. അത് റിട്ടേൺ ടിക്കറ്റ്, അത് ഡമ്മി എന്ന് പറയുന്നത്, ഡമ്മി എന്ന് പറഞ്ഞാൽ ഡമ്മി അല്ല, നമുക്ക് ഇഷ്യൂ ചെയ്ത് തരും. ട്രാവൽ ഏജൻസികൾ ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ അത് ഇഷ്യൂ ചെയ്ത് തരും. നിങ്ങൾക്ക് അവിടെ എത്തിയതിനു ശേഷം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാന്നുള്ളതാണ് ഡമ്മി എന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഹോട്ടൽ വോച്ചർ, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത്. അതുപോലെ ഇവിടെ തന്നെ നമുക്ക് CV ഒന്നും അതായത് റെസ്യൂമെ ഇവിടെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. നമുക്ക് UAE എത്തിയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കണ്ടിട്ട് അതനുസരിച്ച് ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അടുത്ത ഒരു ഭാഗത്തേക്ക്. ചിലപ്പോൾ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം നമ്മളിപ്പോൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നല്ലൊരു ലൊക്കേഷനിൽ അക്കോമഡേഷൻ ലഭിക്കുക എന്നതാണ്. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട്, മെട്രോ, ബസ്, ഇതൊക്കെ അക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും അക്കോമഡേഷൻ ലഭിക്കണം എന്നതാണ്. കാരണം നമ്മളിപ്പോൾ ചിലപ്പോൾ സുഹൃത്തുക്കളുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെയൊക്കെ പോയി സ്റ്റേ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ അവരെ ഉള്ള റൂമിലുള്ള എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന ആളുകളായിരിക്കും. ഒരു വീക്കെൻഡിലൊക്കെ ആയിരിക്കും അവർക്ക് അവധി ഉണ്ടാവുക. അപ്പൊ നമ്മളെ വേണ്ടത്ര കെയർ ചെയ്യാനൊന്നും അവർക്കൊരു സമയം കിട്ടൂല. അത് അവരെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള തിരക്ക് അങ്ങനെയാണല്ലോ. അപ്പൊ സ്വാഭാവിക സമയം ഉണ്ടാവില്ല. ഇന്ന സ്ഥലത്ത് എല്ലാ സ്ഥലത്തേക്കും നമ്മളെ കൊണ്ടുപോകാനും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അവരെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് സ്വന്തം നിലക്ക് തന്നെ പോകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ മെട്രോ അടുത്തുള്ള അക്കോമഡേഷൻ ഒക്കെ വളരെ നിർബന്ധമാണ്. അല്ലെങ്കിൽ നമ്മളെ ദിവസങ്ങൾ, ഈ അമൂല്യമായ ദിവസങ്ങൾ, വിസിറ്റിംഗ് വിസ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു ദിവസം ഒരു തവണ അടിച്ചു വരുന്നത് 60 ദിവസത്തെ വിസയാണ്. പിന്നെ നമുക്ക് എക്സ്റ്റെൻഡിങ് വരും. അപ്പൊ ഈ എണ്ണിച്ചുട്ട അപ്പം പോലുള്ള 60 ദിവസങ്ങൾ നമുക്ക് പാഴാക്കി കളയാൻ പറ്റില്ല. അത് പാഴായി പോവാൻ ഇത്തരത്തില് അക്കോമഡേഷൻ തിരഞ്ഞെടുക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ ഞാൻ ബയോഡാറ്റയുടെ കാര്യം പറഞ്ഞല്ലോ. ബയോഡാറ്റ നമ്മൾ അവിടെ എത്തിയതിനു ശേഷം നല്ലൊരു ടൈപ്പിംഗ് സെന്ററിൽ പോയിട്ട് ATS രീതിയിൽ, അതായത് ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്നാണ് ATS ഫുൾ ഫോം രീതിയിൽ, അതായത് നമ്മുടെ ബോക്സസ്, ഗ്രാഫിക്സ് ഒക്കെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ, സ്കില്ല്, ഇതെല്ലാം നല്ല കീവേഡ്സ് രീതിയിൽ ഒരു സോഫ്റ്റ്വെയറിൽ ഇട്ടത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കീവേഡ്സ് ഈ പറയുന്ന എല്ലാം മുമ്പിലോട്ട് കാണുന്ന രീതിയിൽ പെട്ടെന്ന് ട്രാക്ക് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ATS രീതിയോട് ഉദ്ദേശിക്കുന്നത്. കാരണം UAE ഇപ്പോൾ നമ്മുടെ CVs ആരും മാനുവലി ചെക്ക് ചെയ്യുന്ന സംവിധാനമല്ല. എല്ലാവരും സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് ആ കീവേഡ്സ് സെറ്റ് ചെയ്ത് അവർക്ക് വേണ്ട കീവേഡ്സ് സെർച്ച് ചെയ്ത് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന CVകൾ എടുത്ത് അവർ മാനുവലി ട്രാക്ക് ചെയ്യും, നിങ്ങൾ ഇന്റർവ്യൂവിന് വിളിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. അനാവശ്യമായിട്ടുള്ള ഡിസൈൻസ്, ഫോട്ടോസ്, ബോക്സസ്, ഫോണ്ടുകൾ, അതൊന്നും ആവശ്യമില്ല. എല്ലാ ഡീറ്റെയിലും കൃത്യമായിരിക്കണം. നിങ്ങൾ എത്ര എക്സ്പീരിയൻസ് ഉള്ള, ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെങ്കിലും ഈ ഒരു കടമ്പയിൽ, അതായത് നമ്മളെ CV ഏതെങ്കിലും ആൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇത് കൃത്യമായി നമ്മുടെ കീവേഡ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇന്റർവ്യൂ വിളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഇത് രണ്ടാമത്തെ കാര്യം, നമ്മുടെ UAE കോണ്ടാക്ട് നമ്പറും ലോക്കൽ അഡ്രസ്സും മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ റെസ്യൂമിൽ. കാരണം UAE റെഡിലി അവൈലബിൾ ആയിട്ടുള്ള
ആളുകളെയാണ് 90% കമ്പനികളും പ്രിഫർ ചെയ്യാം. നമുക്ക് ഫ്രീ സിം ഇപ്പോൾ വിസിറ്റിംഗ് വിസയിൽ വരുന്നവർക്ക് എയർപോർട്ടിൽ നിന്ന് ലഭ്യമാണ്. അപ്പോൾ അത് വാങ്ങാൻ മറക്കണ്ട, എല്ലാവരും അത് വാങ്ങിയേക്കണം. ആ നമ്പറും അതേപോലെ നമ്മുടെ UAE അക്കോമഡേഷൻ ഡീറ്റെയിൽസും അഡ്രസ്സും അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ജോബ് പോർട്ടൽസായ നമ്മുടെ ബെയ്ത്ത്, ഗൾഫ് ജോബ്സ്, അതേപോലെ ലിങ്ക്ഡിൻ, ഇൻഡീഡ് തുടങ്ങിയതൊക്കെ വളരെ അപ്ഡേറ്റഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ നമുക്ക് വരുന്ന പോസ്റ്റുകൾ, ഡെയിലി വരുന്ന പോസ്റ്റുകൾ ഒരു 2 നേരമെങ്കിലും നമ്മൾ ഡെയിലി ഇതെല്ലാം ശ്രദ്ധിക്കുക. എന്തൊക്കെ പുതിയ വാക്കൻസീസ് അപ്ഡേറ്റ് ആവുന്നുണ്ട്, അത് നമുക്ക് പറ്റിയതാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് CV കൊടുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഹാർഡ് വർക്ക് ഇതിന്റെ പിറകിൽ എപ്പോഴും ആവശ്യമാണ്. അത്തരത്തിലുള്ളവർക്കാണ് പെട്ടെന്ന് നമുക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ നമുക്ക് വാക്കൻസീസ് അറിയാൻ ക്ലാസിഫൈഡ്സ് പത്രങ്ങൾ, ഇപ്പൊ ഗൾഫ് ജോബ്സ് പോലുള്ള പത്രങ്ങളൊക്കെ എപ്പോഴും സെർച്ച് ചെയ്യുന്നതും അപ്ഡേറ്റ് ആയിരിക്കുന്നതൊക്കെ നല്ലതാണ്. ഇതേപോലെ വേറൊരു ഓപ്ഷൻ ഉള്ളത് നമുക്ക് പുറത്തുള്ള ഒരു തേർഡ് പാർട്ടി ഏജന്റുമാരെ സമീപിക്കുക എന്നുള്ളതാണ്. അതായത് അവര് നമ്മുടെ ഒരു വീഡിയോ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ജോബ് ലഭിക്കാൻ ചാൻസ് ഉള്ള കമ്പനികളിലൊക്കെ അത് പോസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി തരിക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഏജൻസികൾ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ ബന്ധപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ അറിയുന്ന ആളുകളെ അല്ലെങ്കിൽ ഒരു റെഫറൻസ് ഒക്കെ കിട്ടിയിട്ട് മാത്രം പോയി ബന്ധപ്പെടുക, അല്ലെങ്കിൽ നിങ്ങളുടെ സമയവും പണമൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരിക്കലും അഡ്വാൻസ് ആയിട്ട് ഒരു തുകയും നൽകാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോയിട്ട് ഓഫർ ലെറ്റർ ഒക്കെ കിട്ടിയതിന് ശേഷം തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും സർവീസ് ചാർജുകൾ കൊടുക്കേണ്ടി വരും. അല്ലാതെ മുൻകൂറായിട്ട് പണം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു അറിവില്ലാത്ത രീതിയിൽ ആരെങ്കിലും അടുത്തൊക്കെ പോയിട്ട് പെടാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമ്മളോട് പലരും ചോദിക്കാറുള്ള സ്ഥിരം ചോദ്യമാണ്, ഇങ്ങനെയൊക്കെ റിസ്ക് എടുത്ത് പോയിട്ട് നമുക്ക് ജോലി കിട്ടാതെ വരുമോ എന്നുള്ളത്. നിങ്ങൾ ഓർക്കുക, നമ്മൾ വലിയ വലിയ ലെവലില് അല്ലെങ്കിൽ നല്ല സാലറിയിലൊക്കെ ഇപ്പോൾ UAE ജോലി എടുക്കുന്ന ആളുകളൊക്കെ ഈ വിസിറ്റിംഗ് വിസയിൽ പോയിട്ടാണ് ജോലി അന്വേഷിച്ചിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അവർക്ക് പലതരത്തിലുള്ള ഫാക്ടർ അവർ സഹായിച്ചിട്ടുണ്ടാവും. റെഫറൻസ്, അല്ലെങ്കിൽ അവരെ ക്വാളിഫിക്കേഷൻ, അവരെ പ്രസന്റബിൾ ആയിട്ടുള്ള ക്യാരക്ടർ എല്ലാം അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് നമുക്കും ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. എന്തായാലും ശ്രമിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇത് ശ്രമിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് നല്ലൊരു ജോബ് കിട്ടൂല. പിന്നെ ഇതിലൊക്കെ മെയിൻ ഫാക്ടേഴ്സ്, ഒരു പ്രായം, അത് വലിയൊരു ഘടകമാണ്. കാരണം നമുക്ക് മാക്സിമം നമുക്ക് ഡിപ്പെൻഡൻസ് എണ്ണം, അതായത് നമുക്ക് ഒരു കുടുംബം അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളെ എണ്ണൊക്കെ കൂടുന്നതിന് മുന്നേ, അതായത് നമ്മുടെ തലയിൽ ഭാരം കൂടുന്നതിന് മുന്നേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമാണ് കാര്യങ്ങൾ. കാരണം എപ്പോഴും നമ്മൾ UAE എക്സ്പീരിയൻസ് ആണ് ആളുകൾ എല്ലാവരും പരിഗണിക്കുക. UAE എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ലോകത്തിന്റെ എവിടെയും പോയിട്ട് ജോലിക്ക് അപേക്ഷിക്കാനും ഒക്കെ പറ്റും, അതൊക്കെ അവിടെ പരിഗണിക്കും. പക്ഷെ നാട്ടിലെ എക്സ്പീരിയൻസ് പൊതുവെ ആരും പുറത്തുള്ള രാജ്യങ്ങൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാറില്ല, പ്രത്യേക ചില സാഹചര്യങ്ങളിൽ ഒഴിച്ച് അല്ലെങ്കിൽ പ്രത്യേക ചില ജോബുകളിൽ ഒഴിച്ച്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മളവിടെ പോയിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ശ്രമിക്കാം. അതിന് ചിലപ്പോൾ സാലറി പാക്കേജ് ഒക്കെ കുറവായിരിക്കും. ഇപ്പൊ ഒരു ബേസിക് ആയിട്ടുള്ള നമുക്ക് അവിടെ തട്ടിമുട്ടി 2 വർഷമൊക്കെ കഴിഞ്ഞ് പോകാനുള്ള ഒരു പാക്കേജിൽ കയറുക. അങ്ങനെ കയറണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് വലിയ ബാധ്യതകളോ അല്ലെങ്കിൽ നാട്ടില് ഒരുപാട് കാശ് അയച്ചു വെക്കാനുള്ള സാഹചര്യമോ, നമുക്ക് ഭാര്യയും കുട്ടികളോ അങ്ങനെയൊക്കെ പ്രായം കൂടുന്തോറും സ്വാഭാവികമായിട്ടും മനുഷ്യന് അങ്ങനത്തെ ബാധ്യതകൾ ഇത് വരുമല്ലോ, അല്ലെങ്കിൽ പ്രാരാബ്ദം എന്നൊക്കെ പറയുന്ന ആ സാഹചര്യം വരുമല്ലോ. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഇതിനകത്ത് കയറി നമുക്ക് കിട്ടുന്ന സാലറിയിൽ നമ്മളവിടെ കയറി പറ്റുന്ന ശേഷം അപ്പൊ നമുക്ക് ഒരുപാട് സമയം കിട്ടും. ഒരു 2 വർഷത്തെ സമയം കിട്ടും നമുക്ക് അവിടെ ഇരുന്ന് എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും അതിൻ്റെ ഇടയിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനും പിന്നെ നമുക്ക് ആ സ്ഥലം ദുബായിയെ കുറിച്ചൊക്കെ പരിചയം ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധ്യതകളാണ് ആ നാട്ടിലുള്ളത്. അതുകൊണ്ട് ആ 2 ഇയർ പീരീഡ് കിട്ടുമ്പോൾ നമുക്ക് വിസിറ്റിംഗ് വിസയിൽ നിൽക്കുമ്പോഴല്ല 2 ഇയർ ടൈം കിട്ടുകയും ചെയ്യും. നമുക്ക് ദുബായിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റും. അതൊക്കെ വെച്ചിട്ട് സ്വന്തം ബിസിനസ് തുടങ്ങാനും വരെ നമുക്ക് ആ 2 ഇയർ കൊണ്ട് നമുക്ക് ആ എക്സ്പീരിയൻസ് നമുക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് നമ്മൾ ദുബായിൽ പോകുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ഒരു ബേസിക് പാക്കേജിൽ കയറി പറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 95% ജോലി കിട്ടാനുള്ള സാധ്യത അത്തരത്തിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾ. അതെല്ലാം നമുക്ക് ഇപ്പോൾ തന്നെ ഹൈ സാലറിയുടെ ഇൻകമുള്ള ജോബ് വേണമെന്നൊക്കെയാണ് ചിന്തിക്കുന്ന ആളുകൾക്കാണെങ്കിൽ സമയമെടുക്കും, കിട്ടാതിരിക്കില്ല. അവരുടെ എക്സ്പീരിയൻസോ അവരുടെ ക്വാളിഫിക്കേഷനും അനുസരിച്ച് അതിൽ കൂടുതൽ ആഗ്രഹിച്ചാൽ അത് നമുക്ക് നടപ്പുള്ള കാര്യമില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസിനും അനുസരിച്ച്
ഒരു സാലറി ഇത്ര വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതേപോലെ തേർഡ് പാർട്ടി ഏജൻസികളൊക്കെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് ശ്രമിച്ചാൽ കുറച്ചും കൂടിയൊക്കെ നിൽക്കേണ്ടി വരും, അവിടെ എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ നിൽക്കേണ്ടി വരും എന്നൊക്കെ ആലോചിച്ച് അത്തരത്തിലുള്ള തീരുമാനമൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നത്. ഇത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു ലെക്ചറിങ് രീതിയിലാണ് ഞാൻ പറഞ്ഞു പോകാൻ ഉദ്ദേശിച്ചത്. അപ്പോ ചിലപ്പോ ചില ബോറടികളൊക്കെ ഉണ്ടാവാമെങ്കിലും ഞാൻ കുറച്ച് പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നമ്മളിപ്പോ 4 വർഷമായിട്ട് ജോബ് സീക്കേഴ്സ് പാക്കേജ് കൊണ്ട് നടക്കുന്ന ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടാൻ ഇടയായ ഒരു സാഹചര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നുള്ളൂ. അതായത് നിങ്ങൾക്ക് ബേസിക് നോളജ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോ. കൂടുതൽ റിസർച്ചും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സൈഡിൽ നിന്നും വേണം. കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങോട് കൂടി പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദുബായിൽ ജോലി കിട്ടും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി ദുബായ് ജോബ് സീക്കേഴ്സ് പാക്കേജ് എന്ന് പറഞ്ഞ ഞങ്ങളെ സർവീസിനെ കുറിച്ച് അറിയാത്ത ആളാണെങ്കിൽ ഞാൻ ആ വീഡിയോ ടാഗ്ലൈൻ മേലെ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ കൂടി കാണാവുന്നതാണ്. ദുബായിൽ ജോലി അന്വേഷിച്ച് വിസിറ്റിംഗ് വിസയിൽ വരുന്ന ആളുകൾക്ക് താമസിക്കാനും അവർക്ക് അവരുടെ ഭക്ഷണം അടക്കമുള്ള ബേസിക് കാര്യങ്ങൾ നോക്കാൻ, ജോബ് അസിസ്റ്റൻസ് ലഭിക്കാനും ഒക്കെ ഉള്ള ഒരു ഫെസിലിറ്റി നമ്മുടെ ദുബായിലെ അൽ ഖുസൈസിൽ നമ്മൾ ഫ്ലാറ്റുകളിലുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ള ആളുകൾ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ടാഗ് ലൈനിൽ പോയിട്ട് നിങ്ങൾ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. താങ്ക് യു.